ഞാൻ കൊല്ലത്തുള്ള കണ്ണൻ എന്ന് പറഞ്ഞ ഒരു മോൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഓനും അമ്മയും മാത്രമാണ് വീട്ടിൽ നിന്നൊക്കെ ആ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ ഞാൻ വീഡിയോ തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്, ഇത് അമ്മക്ക് വേണ്ടിയുള്ള കല്യാണാലോചനയല്ലേ, മോനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവർ രണ്ടാളേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ വീട്ടിലെ നമ്പർ കൊടുക്കല്ലാണ്ട് വഴിയില്ല, വേറെ എന്ത് ചെയ്യും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചങ്ങായുണ്ട് ഓനെന്ന് പറഞ്ഞാൽ ഈ ഐഡിയ പലയിടത്തിനും പറ്റുന്നുണ്ടാവുമായിരിക്കും. ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അല്ലെ. കൂടുതൽ ആളുകളും ജന്മനാ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ചിലർക്ക് ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ചിലരാണെങ്കിൽ അംഗവൈകല്യം പോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരായിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പലരും താങ്കളുടെ ബുദ്ധിമുട്ടുകളൊന്നും കാര്യമാക്കാതെ വിജയിച്ചു മുന്നേറാറുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും പലപ്പോഴും മുഖ്യധാരയിലേക്ക് കടന്നു വരാനാകാതെ ഒതുങ്ങിക്കൂടാറാണ് പതിവ്. നമ്മളാണെങ്കിൽ ഇവരെ ഒന്നും ഒട്ടും ശ്രദ്ധിക്കാറുമില്ലല്ലോ അല്ലെ. നമ്മൾ ഈ ബിസി ലൈഫുമായി ജീവിച്ചു പോകുന്നതിനിടയിൽ ഇവരെയൊക്കെ നോക്കാൻ എവിടെ സമയം അല്ലെ. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഈ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരും നമുക്കിടയിലുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് നിർത്തേണ്ടത് താങ്കളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേർ. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചും അദ്ദേഹത്തിന് ഈ ഇടേണ്ട ഒരു അനുഭവത്തെയും കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കല്യാണം നടത്തുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യും. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഡിഫറെന്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ ഈ വീഡിയോ കണ്ട് താല്പര്യമുള്ളവർ ഈ കുടുംബത്തെ വിളിക്കും. രണ്ട് കൂട്ടർക്കും താല്പര്യമുണ്ടെങ്കിൽ കല്യാണം നടക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രം ഒരുപാട് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കല്യാണം നടന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കൈവിരൽ മുറിഞ്ഞാൽ മാത്രം മതിയാകും. അതോടെ വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാതാകുന്ന കാലഘട്ടമാണ്. അപ്പൊ പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇവരുടെ കല്യാണം നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വിവാഹ ജീവിതമൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവല്ലോ. അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും മക്കളുടെ കല്യാണം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. സോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഡിഫറെന്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. കൂട്ടത്തിൽ വീഡിയോ കാണുന്നവർക്ക് ആ കുടുംബത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഇദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. ആ വീട്ടിൽ പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പറാണ് കൊടുക്കാറുള്ളത്. എന്നാൽ പുരുഷന്മാരില്ലാത്ത വീടുകളാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ നമ്പർ കൊടുക്കേണ്ടി വരും. കല്യാണം ആലോചിക്കുന്ന കുട്ടിയുടെ ഉമ്മയുടെയോ സഹോദരിയുടെയോ ഒക്കെ നമ്പർ ആയിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ സ്ത്രീകളുടെ നമ്പർ കൊടുക്കാൻ തുടങ്ങിയതോടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ചില നരമ്പ് രോഗികൾ സ്ത്രീകളുടെ നമ്പർ ആണെന്ന് കണ്ട് അതിലേക്ക് വിളിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, നല്ല കാര്യത്തിന് വേണ്ടി കൊടുത്ത നമ്പറാണ്. അതിൽ പോലും കാമം കണ്ടെത്താൻ ശ്രമിക്കുന്ന കുറെ ജന്മങ്ങൾ ഇഷ്ടം ഒന്നും പറയണ്ട. എന്തായാലും ഇതിങ്ങനെ ഒരു നിത്യ സംഭവം ആയതോടെ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തു. നമുക്ക് ആ വീഡിയോ കണ്ട് തിരിച്ചു വരാം. ആരെങ്കിലും ഭർത്താക്കന്മാർ മരിച്ചുപോയ പെണ്ണുങ്ങളെ നമ്പർ ഉണ്ടാകും. അതും ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയതായാലും കുഴപ്പമൊന്നുമില്ല. ആണുങ്ങൾ ആരും ഉണ്ടാകരുത്. എന്നാലാണല്ലോ ശല്യം ഇല്ലാണ്ട് നമുക്ക് തോന്നിയാസങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഞാനീ പറഞ്ഞു വരുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഡിഫറെന്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ അതിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഞരമ്പ് രോഗികൾ തിരുത്താൻ പോകുന്നില്ല. പക്ഷെ ഇന്ന് ആ വിളിച്ച കുറച്ച് ആളുടെ നമ്പറൊക്കെ ഇതിൽ കാണിക്കാം. നമ്മൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. കാരണം ഇതിനൊരു പരിധി വേണമല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഉണ്ടായ വിഷയങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മൾ ആരുടെ വീഡിയോ ഇട്ടിട്ടാണ് ഇത് റെഡി ഈ വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരാം. എല്ലാവർക്കും വരലുണ്ട്, പക്ഷെ ചുരുക്കം ആളുകളെ എന്നോടത് വിളിച്ച് കാര്യങ്ങൾ പറയാറുള്ളൂ. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും വിളിച്ച് പറയണം. നമുക്ക് അതിൻ്റെ ആക്ഷൻസ് എടുക്കണം. ഇവരുടെ എല്ലാം ഇത് നമുക്ക് മാറ്റി കൊടുക്കണമല്ലോ. കാരണം ഇത്രയും നല്ല ഉദ്ദേശത്തിൽ ഡിഫറെന്റ്ലി ഏബിൾഡായ ഭിന്നശേഷിയുള്ള മക്കളെ കല്യാണത്തിന് വേണ്ടി ഇടുന്ന വീഡിയോൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെ തെറിയും തോന്നിയ ദിവസം പറയുന്ന പോലെ പൊതുജനത്തിന് മുമ്പിലും കാണിച്ചു കൊടുക്കണം. പോലെ കുടുംബം എല്ലാം കാണട്ടെ ഇത് ഇവനാണ് ആള് എന്ന്. ഇല്ലേ, അതല്ലേ വേണ്ടിയേ? അതെ, അതെന്നാണ് വേണ്ടത്. ഇവന്റെ ഒക്കെ കാര്യം ഇന്നത്തോടു കൂടി തീർത്തു കൊടുക്കണം. അല്ല പിന്നെ ഭിന്നശേഷിക്കാരുടെ ഒക്കെ കല്യാണം നടക്കാൻ വേണ്ടി കൊടുക്കുന്ന നമ്പറിലൊക്കെ വിളിച്ച് ഇജാതി പരിപാടി കാണിക്കുന്നതിനൊക്കെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വയലൻസ് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇവനൊക്കെ കാമം തീർക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇവിടെ. ഈ പാവപ്പെട്ട കുട്ടികളുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും വിളിച്ച് തോന്നിയാസം പറഞ്ഞാലേ ഇവന്റെ ഒക്കെ കടികൾ തീരുന്നുവെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കാനേ വേണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പാവം അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം കേട്ടോക്കാം. ഞാൻ കൊല്ലത്തുള്ള കണ്ണൻ എന്ന് പറഞ്ഞ ഒരു മോൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഓനും അമ്മയും മാത്രമാണ് വീട്ടിൽ നിന്നൊക്കെ ആ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ ഞാൻ വീഡിയോ തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്, ഇത് അമ്മക്ക് വേണ്ടിയുള്ള കല്യാണാലോചനയല്ലേ, മോനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവർ രണ്ടാളേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ വീട്ടിലെ നമ്പർ കൊടുക്കല്ലാണ്ട് വഴിയില്ല, വേറെ എന്ത് ചെയ്യും. അതുകൊണ്ടാണ് ആ നമ്പർ പുതിയ സിം എടുത്തിട്ട് ആ നമ്പർ കൊടുത്തത്. അപ്പോൾ ഒരു ചങ്ങായി അല്ല, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ വിളിക്കുക, എന്നിട്ട് പിന്നെ പച്ചക്ക് ഫോൺ എടുത്താൽ തന്നെ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുക. പെണ്ണുങ്ങളെ വോയിസ് ആണെന്ന് കേട്ടാൽ അന്നേരം തന്നെ കുൽസിതം വൃത്തികെട്ട തോന്നിയ ദിവസം പറയുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചങ്ങായുണ്ട്.
ഓനെന്ന് പറഞ്ഞാൽ ഈ ഐഡിയ പലയിടത്തിനും പാറ്റുന്നുണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണല്ലോ. ഹലോ, ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഉപ്പാക്ക് വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ്. അതായത് ഭർത്താക്കന്മാർ ഇല്ലാത്തത് അല്ലെങ്കിൽ ഡിവോഴ്സായ പെണ്ണുങ്ങൾക്കാണ് നമ്മളിത് കൊടുക്കുക. നല്ല കാര്യമാണ് അങ്ങനെ കൊടുക്കുന്നതൊക്കെ. പക്ഷേങ്കിൽ ഇവന്റെ ഉദ്ദേശം നല്ലതല്ല. അങ്ങനെ നിങ്ങളെ ഇവരെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മാസാമാസം 5000 ഉറുപ്പ്യ അയച്ചു തരാം, ഡ്രസ്സും ഒക്കെ അയച്ചു തരാം, എന്താ സമ്മതമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പഞ്ചാര. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഇവർ പേടിച്ചിട്ട്, അമ്മ പേടിച്ചിട്ട് നമ്പർ വേറൊരാൾക്ക് കൊടുത്ത്. അതായത് എന്നെ വിളിച്ച ആളുണ്ട്, ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ച ഒരു ഇത്തുണ്ട്, അവർക്ക് കൊടുത്ത്. അവർ കുറച്ച് സ്ട്രോങ് ആണ് ആള്. അപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ ഒരു എന്താ സംഭവം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇത്താണ് പറയുന്നത്. ഇത്ത പറഞ്ഞു ഓക്കിപ്പോൾ അങ്ങനെ സഹായത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, ചെറിയവനിക്കൊരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ വീഡിയോ എടുത്ത്. നിങ്ങളിങ്ങനെ ഇടങ്ങാറാക്കുന്ന അങ്ങനെയുള്ള പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ ഭർത്താക്കന്മാർ മരിച്ചു പോയ മറ്റ് സ്ത്രീകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓരെല്ലാം നമ്പർ ഇങ്ങനെ എടുക്കുന്നത്. ഇവനിക്ക് കുറേ നമ്പർ കിട്ടണം, സ്ത്രീകളൊക്കെ നമ്പർ കിട്ടണം. എന്നിട്ട് ഇവരോട് ഇങ്ങനെ ഇവന് തോന്നിയാസങ്ങൾ പറഞ്ഞ് ഓൻ എൻജോയ് ചെയ്യണം. അതാണ് ഇവന്റെ ഉദ്ദേശം. കൊള്ളാലോ പരിപാടി. ഞരമ്പന്മാരൊക്കെ ഇപ്പൊ പുതിയ സ്ട്രാറ്റജികളൊക്കെ ആയിട്ട് ഇറങ്ങാൻ തുടങ്ങിക്കണല്ലോ. വിധവകളായ സ്ത്രീകളൊക്കെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഇതുപോലുള്ള വൃത്തികെട്ട ഉദ്ദേശങ്ങളൊക്കെ ആണെങ്കിൽ അത് പിന്നെ വെച്ച് ഓർപ്പിക്കാൻ പറ്റൂലല്ലോ. സഹായിക്കാമെന്നും പറഞ്ഞ് വിളിച്ചവന്റെ സംസാരത്തിൽ എന്തൊരു ദുരുദ്ദേശമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ആ അമ്മ പരാതിപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും അല്ലേ ആ അമ്മ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിന്ന് കൊടുത്തത്. മകന്റെ കല്യാണം നടക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ആ പാവത്തിനുണ്ടായിരുന്നിരിക്കണം. മേ ബി ഒരുപാട് അന്വേഷിച്ചിട്ടും കല്യാണം ഒന്നും നടക്കാതെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴായിരിക്കണം ഇങ്ങനെ ഒരു ഓപ്ഷനും അവരുടെ മുന്നിൽ വരുന്നത്. സ്വന്തം ബുദ്ധിമുട്ടുകളും മകന്റെ വൈയായികകളും സമൂഹത്തിന് മുന്നിൽ അറിയിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല അവരിങ്ങനെ ഒരു വീഡിയോക്ക് നിന്ന് കൊടുത്തത്. മക്കളുടെ കല്യാണം എങ്ങനെയും നടക്കണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒന്നും നടക്കാതെ വരുമ്പോൾ അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ടാണ് ഇവർ ഈ യൂട്യൂബ് വീഡിയോ കാണുന്നത്. ഇവർ നേരിട്ട് അന്വേഷിക്കുന്നതിനും അതുപോലെ ബ്രോക്കർമാർ വഴി അന്വേഷിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് കിട്ടുന്ന യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഇവർ തയ്യാറാകുന്നത്. മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും പലരും ഇതിനു വേണ്ടി സമ്മതം മൂളുന്നത്. താങ്കളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ലോകം മുഴുവൻ കാണുന്നതിനും ആരെങ്കിലും താല്പര്യം കാണിക്കും. പക്ഷെ എങ്ങനെയും മക്കളുടെ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. താങ്കളുടെ കാലശേഷിയും അവർക്ക് ജീവിക്കണമല്ലോ. ഭിന്നശേഷിക്കാരാകുമ്പോ പലപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ സഹായം അവർക്ക് ആവശ്യമായി വരും. എന്നും അവരെ സഹായിക്കാൻ മാതാപിതാക്കൾ ഉണ്ടായിന്ന് വരില്ലല്ലോ. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന പാവങ്ങളെ വിളിച്ച് കാമം തീർക്കുന്ന തെണ്ടികളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇദ്ദേഹം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നവരുടെ മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പബ്ലിക്കിന് മുന്നിൽ ഇവരൊക്കെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. എന്തായാലും ഈ നമ്പർ കണ്ട് കുറെ പേർ ഇവരെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് 4 തെറി പറയാനായിരുന്നു പരിപാടി. പക്ഷെ വിളിച്ചു നോക്കുമ്പോൾ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് പോലും. ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് പേടിച്ച് സ്വിച്ച് ഓഫ് ആക്കിയതാവും. അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകളെ വിളിച്ച് ശല്യം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പർ ആകണം. ആവശ്യം കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കുന്നതായിരിക്കണം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് അറിയൂല. ഇത്തരം കേസുകൾ അവർ അന്വേഷിക്കാൻ പോലും മെനക്കെടാറില്ല എന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത്. നല്ല പണവും പിടിപാടുണ്ടെങ്കിൽ ചിലപ്പം കാര്യം നടക്കുമെന്ന് മാത്രം. അതിപ്പോ ഈ പറയുന്ന പാവങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ 2 സാധനങ്ങൾ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി പരാതി കൊടുക്കാമെന്ന് മാത്രം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.